കാർഡിയോ ആണോ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ യഥാർത്ഥത്തിൽ ഫാറ്റ് കൂടുതലേക്ക് കുറയ്ക്കുന്നത്? ഇവയിൽ ഏതാണ്? ഫാറ്റ് ലോസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും സാധാരണയായി കേൾക്കുന്ന ചോദ്യമാണ് കാർഡിയോ ചെയ്യണോ അതോ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണോ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇത് ഏതാണ്ട് ഒരു ഡിബേറ്റ് പോലെയാണ്. പക്ഷെ നമുക്ക് ബയാസ് ഒന്നും ഇല്ലാതെ റിസർച്ചിൽ എന്താണ് പറയുന്നത് നോക്കാം. ആദ്യം ഒരു പ്രധാന വ്യത്യാസം, വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഈക്വൽ അല്ല. വെയിറ്റ് നോക്കുമ്പോൾ വെയിങ് സ്കെയിലിൽ ഡിജിറ്റ് കുറയുന്നത് മാത്രം പോരാ. കാരണം വെയിറ്റ് കുറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഫാറ്റ്, മസില്, വാട്ടർ, ഗ്ലൈക്കജൻ ഇവയെല്ലാം കൂടിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഫാറ്റ് കുറയുക എന്നുള്ളതാണ്. ഫാറ്റ് കുറയുക, മസില് അതേസമയം പ്രൊട്ടക്റ്റഡ് ആയി ഇരിക്കുക, അതായത് മസിലും കൂടെ ലോസ് ആവാതിരിക്കുക. അതാണ് ബോഡി കോമ്പോസിഷൻ മെച്ചപ്പെടുത്തൽ എന്ന് പറയുന്നത്. കാർഡിയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹാർട്ട് റേറ്റ് കൂടും, ഓക്സിജൻ ഉപയോഗം കൂടും, എനർജി ഉപയോഗിക്കുന്നതും കൂടും. 30 മിനിറ്റ് മിതമായിട്ടുള്ള രീതിയിലുള്ള കാർഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 300 മുതൽ 500 കിലോ കലോറി വരെ ഉപയോഗിക്കും. അത് ഓരോ ആളുകളുടെയും ബോഡി വെയിറ്റ് അനുസരിച്ച് മാറും. പ്രോഗ്രസ് ഇൻ കാർഡിയോവാസ്കുലർ ഡിസീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച മെറ്റ അനാലിസിസ് പ്രകാരം എയറോബിക് ട്രെയിനിങ് വിസറൽ ഫാറ്റ് കുറയ്ക്കുന്നതിൽ വളരെ ഫലപ്രദമാണെന്നാണ്. വിസറൽ ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആണ്, കാരണം അത് മെറ്റബോളിക് ഡിസീസസിന്റെ സാധ്യത കൂട്ടും. സോ അതുകൊണ്ട് കാർഡിയോ മൊത്തത്തിൽ ഫലപ്രദമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കാർഡിയോ മാത്രം ചെയ്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കാലറി ഡെഫിസിറ്റ് പ്ലസ് കാർഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ മസിൽ ലോസ് സംഭവിക്കാം, റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് കുറയും, അതുപോലെ അഡാപ്റ്റീവ് തെർമോജെനസിസും സംഭവിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ കെവിൻ ഹാൾ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് വെയിറ്റ് ലോസ് വർക്കൗട്ട്സ് കഴിയുമ്പോൾ ശരീരം പ്രതീക്ഷിച്ചാലും കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് പലർക്കും പ്ലാറ്റോ ഉണ്ടാകുന്നത്. കാരണം കാർഡിയോ ചെയ്യുമ്പോൾ കലോറി ചിലവാകും, പക്ഷേ മസില് വളരെ ശക്തമായിട്ട് ഉത്തേജിക്കപ്പെടുന്നില്ല. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ MTOR അഥവാ മമേലിയൻ ടാർഗറ്റ് ഓഫ് റാപ്പാമൈസിൻ പാത്ത് സജീവമാകും. മസിൽ പ്രോട്ടീൻ സിന്തസിസ് കൂടും, അതുപോലെ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് പ്രവർത്തിക്കും. എക്സർസൈസ് സയന്റിസ്റ്റ് ആയ ബ്രാഡ് ഷോൺഫീൽഡ് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് കാലറി കുറവുള്ള സമയത്തും റെസിസ്റ്റന്റ് ട്രെയിനിങ് ലീൻ മാസിനെ സംരക്ഷിക്കുന്നു എന്നാണ്. ഇത് ഫാറ്റ് ലോസ് സമയത്ത് വളരെ പ്രധാനമാണ്, കാരണം മസില് മെറ്റബോളിക്കായി ആക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. 1 കിലോ മസിൽ ഏകദേശം 10 to 15 കലോറി ദിവസവും വിശ്രമാവസ്ഥയിൽ ചിലവാക്കും. ഇത് വലിയ നമ്പറല്ല, പക്ഷെ ലോങ് ടേമിൽ ഈ നമ്പറിന് വലിയ പ്രാധാന്യമുണ്ട്. റെസിസ്റ്റൻസ് ട്രെയിനിങ് കഴിഞ്ഞ എക്സസ് പോസ്റ്റ് എക്സർസൈസ് ഓക്സിജൻ കൺസംഷൻ ഉണ്ടാകും. ജേണൽ ഓഫ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് റിസർച്ചില് പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ കാണിക്കുന്നത് ഹൈ ഇന്റൻസിറ്റി സെഷൻ കഴിഞ്ഞ് 24 മണിക്കൂർ വരെ ലഘുവായിട്ടുള്ള എനർജി എക്സ്പെൻഡിച്ചർ വർധന ഉണ്ടാകാമെന്നാണ്. ഇത് മാജിക് ഫാറ്റ് ബേണർ അല്ല, മറിച്ച് യാഥാർത്ഥ്യമായിട്ടുള്ള ഫിസിയോളജിക്കൽ എഫക്റ്റ് ആണ്. 2012 ജേണൽ ഓഫ് അപ്ലൈഡ് ഫിസിയോളജിയിൽ പ്രസിദ്ധീകരിച്ച വില്ലീസ് പോലുള്ള ആൾക്കാരുടെ പഠനത്തില് 3 ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്ത് ഒബ്സർവ് ചെയ്തു. എയറോബിക് ഗ്രൂപ്പ്, റെസിസ്റ്റന്റ് ഗ്രൂപ്പ്, കമ്പൈൻഡ് ഗ്രൂപ്പ്. അതിൽ കണ്ടെത്തിയത് എയറോബിക് ഗ്രൂപ്പ് വേഗത്തിൽ വെയിറ്റ് കുറച്ചെന്നും, റെസിസ്റ്റൻസ് ഗ്രൂപ്പ് മസില് മികച്ച രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തെന്നും, കമ്പൈൻഡ് ഗ്രൂപ്പിന് ബോഡി കോമ്പോസിഷനിൽ വളരെ നല്ല മാറ്റം ഉണ്ടായി എന്നുമാണ്. അതുപോലെ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിനിൽ നൽകുന്ന ഗൈഡ് ലൈൻസും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഫാറ്റ് കുറയ്ക്കാനും ആരോഗ്യത്തിനും കാർഡിയോയും സ്ട്രെങ്ത് ട്രെയിനിങ്ങും കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയൽ ഡെൻസിറ്റി, കാർഡിയോ വാസ്കുലർ എഫിഷ്യൻസി, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇവയെല്ലാം ബെറ്റർ ആക്കുന്നുണ്ട്. സ്ട്രെങ്ത് ട്രെയിനിങ് ആവട്ടെ മസിലിന്റെ വലിപ്പം, ഗ്ലൂക്കോസിന്റെ യൂസേജ്, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നിവയൊക്കെ ബെറ്റർ ആക്കും. കാർഡിയോയും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഒരുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഡയറ്റ് കൺട്രോൾ ഇല്ലാതെ ഫാറ്റ് ലോസ് സാധിക്കില്ല. എനർജി ബാലൻസ് എന്നത് എപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സയന്റിഫിക് എവിഡൻസ് അനുസരിച്ച് ആഴ്ചയിൽ 2 മുതൽ 4 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്ങും ആഴ്ചയിൽ 150 മിനിറ്റ് ലൈറ്റ് ആയ കാർഡിയോ സെഷൻസുമാണ് വേണ്ടത്. മസിൽ പ്രൊട്ടക്ട് ചെയ്യാൻ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെറ്റബോളിക് ഹെൽത്തിന് കാർഡിയോ ഉൾപ്പെടുത്തണം. ബെറ്റർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് രണ്ടും ബുദ്ധിപൂർവ്വം ചേർക്കുക എന്നുള്ളതാണ്. സോ ഇൻ കൺക്ലൂഷൻ, കാർഡിയോ ചെയ്യുന്നത് കലോറി ചെലവാക്കും, സ്ട്രെങ്ത് ട്രെയിനിങ് മെറ്റബോളിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് രണ്ടും ചേർന്ന ബോഡി കോമ്പോസിഷൻ മെച്ചപ്പെടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.